നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് സോയ ചങ്ക്സ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. കുക്കറിലല്ല, സാധാരണ ഒരു വലിയ പാൻ വെച്ചിട്ട് അതിനകത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ബിരിയാണി അരിക്ക് വേണ്ടിയിട്ട് പൊന്നി അരിയാണ് ഉപയോഗിച്ചേക്കുന്നത്. 1.5 കപ്പ് പൊന്നി അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു 1 മണിക്കൂറിന് മുന്നേ തന്നെ. സോയ ചങ്ക്സിൻ്റെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സോയ നന്നായിട്ട് സോഫ്റ്റായി വരണം. അപ്പോൾ തിളച്ച വെള്ളത്തിൽ ഒരു അരമണിക്കൂർ സോയ ഇങ്ങനെ കുതിർക്കാനായിട്ട് ഇട്ട് വച്ചേക്കണം. അടുത്തതായിട്ട് ഒരു ചെറിയ മസാല ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പുതിനയിലയും കുറച്ച് മല്ലിയിലയും ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം സവാള, കുറച്ച് ഇഞ്ചി, 4 പച്ചമുളകാണ് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത്. അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. സോയ ചങ്ക്സ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ പിഴിഞ്ഞു വെച്ചു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റും കൂടി വെച്ചേക്കാം. അടുത്തതായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തിൽ നമുക്ക് ഉള്ളി വറുത്തെടുക്കാം. അതായത് ബിരിയാണിയുടെ മേലെ ഇടാൻ വേണ്ടിയിട്ട് ഉള്ളി, കശുവണ്ടിയും മുന്തിരിങ്ങയും വറുത്തെടുക്കാം. ഉള്ളി ഞാൻ ഒരു ഉള്ളിയാണ് വറുത്തെടുക്കുന്നത്. ആ ഉള്ളിക്കകത്തിൽ ലേശം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഞെരടിയിട്ട് വേണം ആ ഉള്ളി എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കാനായിട്ട്. ഉള്ളി വറുത്ത അതേ എണ്ണയിൽ തന്നെ നമ്മൾ കശുവണ്ടിയും മുന്തിരിങ്ങയും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ ബിരിയാണിയും റെഡിയാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്ക ആ എണ്ണയിൽ ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് പട്ടയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു 4-5 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കയും പട്ടയും ഗ്രാമ്പും ഒക്കെ മൂത്ത് വരുമ്പം അതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ മസാല പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടും കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. നമ്മൾ ചേർത്ത് കൊടുത്ത അരപ്പ് എണ്ണയ്ക്കകത്തിലൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചേർക്കുന്നത് ഗരം മസാലയാണ്. 1/4 സ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഈ മസാലയ്ക്കുള്ളിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ മഞ്ഞളും മുളക് പൊടിയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന സോയ ചേർത്ത് കൊടുക്കാം. ഈ സോയ ചങ്ക്സ് മസാലയ്ക്കകത്തിൽ നന്നായിട്ട് പൊതിഞ്ഞ് വെച്ച് ഒരു 5 മിനിറ്റ് പാത്രം അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1.5 കപ്പ് അരിയാണ് എടുത്തതെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ട് 3 കപ്പ് വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്.
ഈ സമയത്ത് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം. ഉപ്പ് ഒരു ലേശം മുന്നിട്ട് നിന്നാലേ അരിയും കൂടി ഇട്ട് വെന്ത് വരുമ്പം കറക്റ്റായിട്ട് വരത്തുള്ളൂ. സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുതിർത്ത് വെച്ച അരി വെള്ളമൊക്കെ കളഞ്ഞ് ഈ കൂട്ടിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ചേർത്തിട്ട് ഒട്ടും ഉടഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതേപോലെ തന്നെ ആദ്യത്തെ തിള വന്നു കഴിയുമ്പം സ്റ്റവ് എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. ഒരു ചെറിയ സ്പൂൺ നെയ്യും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ലോ ഫ്ലെയിമിലിട്ടാണ് അരി വേവിച്ചെടുക്കുന്നത്. അരിയൊക്കെ പാകത്തിന് വെന്ത് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്തേക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, കശുവണ്ടി, മുന്തിരി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അതേപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.